വയനാട്ടിൽ ആത്മഹത്യ ചെയ്ത DCC ട്രഷറർ എൻ വിജയന്റെ കുടുംബത്തെ നേരിൽ കണ്ട് അനുനയിപ്പിച്ച് കോൺഗ്രസ് നേതാക്കൾ. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള KPCC അന്വേഷണ സമിതിയാണ് എൻ വിജയന്റെ വീട്ടിലെത്തി സംസാരിച്ചത്. പ്രശ്നം പരിഹരിക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ ഉറപ്പ് നൽകിയെന്നും പാർട്ടിയുടെ ഉറപ്പിൽ വിശ്വാസമുണ്ടെന്നും കുടുംബം പ്രതികരിച്ചു. അതേസമയം ബാങ്ക് നിയമനക്കോഴയിൽ എൻ വിജയനടക്കം 5 കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ബത്തേരി പോലീസ് കേസെടുത്തു. എൻ വിജയന്റെ ആത്മഹത്യയെപ്പറ്റി അന്വേഷിക്കാൻ KPCC നിയോഗിച്ച അന്വേഷണ സംഘമാണ് പ്രശ്നപരിഹാരത്തിനായി കുടുംബത്തെ നേരിൽ കണ്ടത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള KPCC അന്വേഷണ സംഘം ഉച്ചയോടെ എൻ വിജയന്റെ വീട്ടിലെത്തി. സാമ്പത്തിക ബാധ്യതയടക്കമുള്ള പ്രശ്നം പരിഹരിക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ ഉറപ്പു നൽകിയെന്ന് കുടുംബം പറഞ്ഞു. പാർട്ടിയുടെ ഉറപ്പിൽ വിശ്വാസമുണ്ടെന്നും കുടുംബം പ്രതികരിച്ചു. കാര്യങ്ങളൊക്കെ ഇവർ കേട്ടു, എല്ലാ കാര്യങ്ങളും പരസ്പരം സംസാരിച്ചു. അച്ഛൻ വിശ്വസിച്ച പാർട്ടി തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങളെ രക്ഷിക്കാമെന്ന് ഇവർ ഉറപ്പ് തന്നിട്ടുണ്ട്. സംഭവത്തിൽ ആരോപണ വിധേയരായ നേതാക്കളെ DCC ഓഫീസിൽ കണ്ട ശേഷമായിരുന്നു സമിതി അംഗങ്ങൾ എൻ വിജയന്റെ വീട്ടിലെത്തിയത്. കുടുംബവുമായി സംസാരിച്ചെന്നും പ്രശ്നങ്ങൾ പരിഹരിച്ചെന്നും സമിതി അധ്യക്ഷനായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. അവരുടെ വാക്കുകൾ ഞങ്ങൾ കേട്ടു, അതെല്ലാം ഞങ്ങളുടെ മനസ്സിലുണ്ട്. അതിനെങ്ങനെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ഞങ്ങൾ ആലോചിക്കുകയും ചെയ്യും. അതൊക്കെ വരട്ടെ, അതിൻ്റെ പിന്നാലെ നടക്കേണ്ട കാര്യങ്ങളാണ്, അത് പുറകെ വരും. അതേസമയം എൻ വിജയന്റെ ആത്മഹത്യയോടെ പുൽപ്പള്ളി സ്വദേശി സായുജ്, താളൂർ സ്വദേശി പത്രോസ് എന്നിവർ നൽകിയ പരാതിയിൽ എൻ വിജയൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളെ പ്രതി ചേർത്ത് ബത്തേരി പോലീസ് കേസെടുത്തു. എൻ വിജയന്റെ ആത്മഹത്യയിൽ ആരോപണ വിധേയനായ IC ബാലകൃഷ്ണനെതിരെ നിലവിൽ പാർട്ടി നടപടിയെടുക്കാൻ സാധ്യതയില്ലെന്നാണ് സൂചന. അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് പരിഗണിച്ചായിരിക്കും KPCCയുടെ തുടർ നീക്കം. അതേസമയം IC ബാലകൃഷ്ണന്റെ രാജി ആവശ്യപ്പെട്ട് സുൽത്താൻ ബത്തേരിയിൽ LDF നൈറ്റ് മാർച്ച് നടത്തി. അമൃത ന്യൂസ്, വയനാട്.